അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങളിലുള്ള സമീപനവും അസ്നേഹവും അച്ചിരിയും കള്ളച്ചിരിയും കെട്ടിപ്പിടുത്തവും എല്ലാം നിന്ന് കൃഷ്ണൻകുട്ടി സാറ് ഏറെ പരിചയവും അടുപ്പവും എനിക്കുണ്ട്. അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമവും ഇല്ലാതില്ല. കാരണം അദ്ദേഹം പ്രായമായ എന്നാണ് പറയുന്നത്. അതിനെയൊക്കെ മൂത്തവനാണ് ഞാൻ. എനിക്ക് 89 ഉണ്ട് പ്രായം. അപ്പോൾ പ്രായമായി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രായമൊന്നുമില്ല. അങ്ങനെ ഇനിയും നിൽക്കണമെന്നാണ് എന്നെ കുട്ടികളുടെ ആഗ്രഹം എന്നീ അവസരത്തിൽ സ്നേഹവൃത്യ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആദ്യമേ കൊച്ചി മേയർ മിനിമോൾ വളരെ സന്തോഷവും നന്ദിയുണ്ട് ഈ യോഗത്തിൽ വരാൻ. കാരണം ഒരു പ്രശ്നക്കാരിയാണ്, എല്ലാവരും പ്രശ്നം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നം ഒന്നും ഇല്ലാതെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹതിയുടെ 2 വാക്ക് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അതെല്ലാം ഒഴിഞ്ഞവരല്ല. എന്തുവാകട്ടെ, ഇവിടെ വരാനുള്ള വലിയ മനസ്സ് കാണിച്ച ആ സഹോദരിക്ക് എൻ്റെ പ്രത്യേക നന്ദി പറയുക. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് ആരെപ്പറ്റി കൂടുതലൊന്നും പറയാതെ ചുമ്മാ വിട്ടെന്നാണ് ബാബു പറഞ്ഞത്. ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബാബുവിനിട്ടും 2 കൊടുക്കും ഞാൻ. കാരണം ദീപക് ജോയ് ഡെപ്യൂട്ടി മേയർ വന്നു എന്നെ ഒരു ആദരവ് നൽകുന്ന യോഗത്തിൽ വരാൻ കാണിച്ച ആ മനസ്സിന് ഞാനൊന്നും നന്ദി പറയേണ്ട ഒരു ബാധ്യത ഒരു മര്യാദക്കാരൻ എന്ന നിലയിൽ എനിക്കുണ്ട്. മര്യാദക്കാരൻ അല്ലെങ്കിൽ പറയേണ്ടത് വേറെയാണ്. അപ്പോൾ നമ്മളിപ്പോഴും ആതിഥേയോ ഭവ വന്ന ദീപക് ചോദിക്കുന്നേ. അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ നേരത്തെ ഒത്തുപോയി. ഈഡൻ MP അത് കഴിഞ്ഞു വന്നു. കേരളത്തിൽ ഇവിടെ ഏറ്റവും ജനസമ്മതിയുള്ള ഒരു ഹൈബിയുടെ തുടരെ ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങളിലുള്ള സമീപനവും അസ്നേഹവും അച്ചിരിയും കള്ളച്ചിരിയും കെട്ടിപ്പിടുത്തവും എല്ലാം നിന്ന് ആളെ പറ്റിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ അടവുമായിരുന്നു. അതില്ലാതിരുന്ന കാലത്ത് വലിയ മസിൽ പിടിച്ചതുകൊണ്ട് വളരെ രക്ഷണ്ട. അങ്ങനെ വളരെ ജനകീയരായ ശ്രീ ഈയുടെ വൃത്തികരണം എന്ന് പറയുന്നു. അവൻ്റെ ബാബു MLA അത് അദ്ദേഹം പറഞ്ഞ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി എല്ലാവർക്കും വേണ്ടി പറയുന്നു. എൻ്റെ പഴയ കൂട്ടുകാരനാണ്. ഒരു 50 കൊല്ലത്തിന് മുമ്പ് 3 പേരായിരുന്നു. ഡൊമിനിക്ക്, ബാബു, പിന്നെ ഈ 3 ഉപ്പിരികൾ 50 കൊല്ലങ്ങൾക്ക് അന്ന് വലിയ ഗതിയും പരഗതിയൊന്നുമില്ല. തിരുവനന്തപുരത്ത് പോകണം വഴി നേരെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് സൗകര്യമുണ്ടെങ്കിൽ വണ്ടിക്കൂലി എന്നെ പറ്റി മേടിച്ച് സ്ഥിരം അത് തിരുവനന്തപുരത്ത് പോകും. വേറെ കാര്യമില്ല, സ്നേഹം, നല്ല സ്നേഹം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു ഈ 3 പേരും തമ്മിൽ. അതേ സമയത്ത് ഉയർന്നു കഴിഞ്ഞപ്പോൾ ബെന്നിയെ പറ്റി ഉണ്ടല്ലോ കേട്ടാൽ ബെന്നി വേറെ പുള്ളിക്കിലെ രാഷ്ട്രീയ കണ്ട് അല്പം കൂടിപ്പോയി. ഇത് ഡൊമിനിക്ക് പാവം സുന്ദര മന്ത്രിയായപ്പോഴും അല്ലാത്തപ്പോഴും ഇപ്പോഴും എപ്പോഴും നമ്മളോട് വലിയ കുടുംബമെത്ര. എന്നാൽ ഡൊമിനിക്ക് വിളിക്കല്ലേ, വിളിക്കും ഇടയ്ക്ക്. ചേട്ടാ സുഖമാണോ? സുഖം. അടുത്ത് ചോദിക്കും ചേച്ചിക്ക് സുഖമാണോ? ഞാൻ പറഞ്ഞു നല്ല പേർക്ക് സുഖം. ഈ 2 പുന്നാര വാക്ക് അകലിൽ നിന്ന് പറഞ്ഞിട്ട് പിരിയണതല്ലാതെ ബാബു അങ്ങനെയല്ല. ബാബു ഇടയ്ക്ക് കാണാനും പിടിക്കും, യോഗത്തിന് കാണാറുണ്ട്. പിന്നെ ഞാൻ തമ്മിൽ ഒരു യോഗത്തിന് കൊല്ലങ്ങളായിട്ടുണ്ട്. ഇരുന്നിരുന്നെങ്കിൽ ഞാൻ 2 കൊടുത്തതല്ല. കാരണം എനിക്ക് പഴയതെല്ലാം നല്ല പോലെ അറിയാം. 50 കൊല്ലത്തിന് മേലുള്ള പരിചയ ബന്ധമുള്ള ബെന്നി രാഷ്ട്രീയപരമായി ഉയർത്തപ്പോൾ പലതും മറന്നുപോയി എങ്കിൽ അത് ഓർമ്മപ്പെടുത്തേണ്ട ചുമതല എനിക്കുള്ളതുകൊണ്ട് ഞാൻ ആരെ പൊന്നു തമ്പരാനാണെങ്കിൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞിരിക്കും. ഈ പറഞ്ഞതെല്ലാം തന്നെ ബാബുവും എല്ലാം പാർട്ടിക്കാരും ചെന്ന് ബെന്നി ഇപ്പം അറിയിക്കുന്നത് എനിക്കറിയാം. അറിയിക്കാൻ കൂടെ വേണ്ടിയിട്ടായത് പറഞ്ഞത്. നിഷേധിക്കുമെങ്കിൽ നിഷേധിക്കട്ടെ. അപ്പൊ പഴയ രാജ്യങ്ങൾ പലതും ഞാൻ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.